ഈ വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കാനുള്ള ഒരു തീരുമാനം അത് BJP നേതാവ് ഷോൺ ജോർജിൻ്റെ ഹർജിയിലാണ്. കോടതിയിൽ സംസ്ഥാന സർക്കാരിനോട് ഈ അഭിഭാഷകൻ പറഞ്ഞ ആ ഒരു നിലപാട് അതിപ്പോൾ പ്രതിപക്ഷമടക്കം ആയുധമാക്കിയാണ്. ഒപ്പം സംസ്ഥയിലുൾപ്പെടെ പല നേതാക്കളും സർക്കാർ BJPയുടെ നിലപാടിനൊപ്പം നിൽക്കുന്നു എന്ന വിമർശനവും ഉയർത്തുന്നുണ്ട്. ഇത് എത്രമാത്രം പൊള്ളത്തരം നിറഞ്ഞ ഒന്നാണ് എന്നുള്ളത് ഈ വിഷയത്തെ പഠിക്കുന്നവർക്ക് മനസ്സിലാവും. കേന്ദ്രം ദുരുപദിഷ്ടവുമായ ലക്ഷ്യങ്ങളോടുകൂടി വഖഫ് നിയമ ഭേദഗതി കൊണ്ടുവന്നപ്പോൾ അതിനെ പല്ലും നഖവും ഉപയോഗിച്ച് പാർലമെൻറ്റിൽ എതിർത്തൊരു പാർട്ടിയാണ് കോൺഗ്രസ്. അന്ന് ശ്രീ KC വേണുഗോപാലൊക്കെ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഉദാഹരണം പോലും മുൻനിർത്തി അതിനെതിരെ ആഞ്ഞടിച്ചതുൾപ്പെടെയുള്ളതൊക്കെ നമ്മുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതൊരു നിയമമായി മാറിക്കഴിഞ്ഞു. ആ നിയമമായി മാറിക്കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് പുനഃസംഘടന നടത്തിയത് ഇടത് സർക്കാരാണ്. അതിനകത്ത് എക്സ് ഒഫീഷ്യോ മെമ്പറായിട്ട് വനിതയെ നിയമിക്കണമെന്നുള്ള നിബന്ധനയടക്കം പാലിച്ചുകൊണ്ട് വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കപ്പെട്ടു. 2 മെമ്പർമാരുടെ സ്ഥാനം ഒഴിച്ചിട്ടു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര നിയമം പാലിച്ചില്ല എന്ന് പറഞ്ഞ് ഒരു അന്യമത ദ്വേഷമുള്ള ഒരാൾ ചെന്ന് കേസ് കൊടുത്തപ്പോൾ സ്വാഭാവികമായിട്ടും കേന്ദ്ര നിയമത്തിന് ആനുപാതികമല്ല എന്നുള്ളത് അവിടെ പിന്നെ കോടതി വിലയിരുത്തി കോടതി ഒരു നിലപാടെടുത്തതാണ്. അതിൽ കോടതിക്ക് മറിച്ചെന്ത് നിലപാടെടുക്കാൻ കഴിയും, അല്ലെങ്കിൽ ഈ നിയമം ഇങ്ങനെ നിലനിൽക്കുമ്പോൾ മറിച്ചെന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതൊക്കെ ബന്ധപ്പെട്ട എല്ലാ ആളുകൾക്കും ആലോചിച്ചാൽ മനസ്സിലാവുന്നൊരു കാര്യമാണ്. അതിനകത്ത് എന്ത് നിലപാട് കേരള സർക്കാർ കൈക്കൊള്ളണം എന്നുള്ള കാര്യത്തിൽ വരും നാളുകളിൽ തീരുമാനമുണ്ടാവും. പക്ഷേ ഈ വിഷയത്തിൽ ഇങ്ങനെ ഹൈക്കോടതി ഒരു നിരീക്ഷണം നടത്തിയപ്പോഴേക്കും ഇത്തരത്തിലുള്ള ആരോപണങ്ങളായിട്ട് മുന്നോട്ട് വരുന്നത് അതൊരു വിഷയദാരിദ്ര്യമുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഇതൊന്നും ഒരു സോപ്പ് കുമിളയുടെ ആയുസ് മാത്രമുള്ള ഓരോ രാഷ്ട്രീയ അഭ്യാസങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. CPM ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം ഇതിൽ സംഘപരിവാറുമായി ചേർന്നാണ് ഈ കഴിഞ്ഞ കാലമൊക്കെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പല തീരുമാനങ്ങളും എടുത്തത്. അതിൻ്റെയൊക്കെ തുടർച്ചയായിട്ടാണ് അവർ ഈ നിലപാടിനെ കാണുന്നത്. അല്ല, ഇവിടെ ഒരു വശത്ത് ഇത്തരം ആരോപണങ്ങൾ CPM ഉന്നയിക്കുന്നു, അതേസമയം വേറെ ഒരു കൂട്ടർ മുഖ്യമന്ത്രിയുടെ ആഫീസിലേക്കും വീട്ടിലേക്കൊക്കെ മാർച്ച് നടത്തുന്നു. ഇതേ CPM തന്നെ VD സതീശനെതിരെ ജമാഅത്ത് ബാന്ധവം പോലുള്ള ആരോപണങ്ങൾ നിരന്തരം ഉന്നയിച്ചു പോരുന്നതാണ്. എനിക്കിവരോടൊക്കെ പറയാനുള്ളത്, ഏതെങ്കിലും ഒരു ആരോപണത്തിൽ ഇവർ ഉറച്ചു നിൽക്കണം. ഒന്നുമില്ല സംഘപരിവാർ ബാന്ധവം എന്ന് പറയണം, അല്ലെങ്കിൽ ജമാഅത്ത് ബാന്ധവം എന്ന് പറയണം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചില സംഘടനകളുടെ മുഖ്യമന്ത്രിക്കെതിരായുള്ള വ്യക്തിഗത നീക്കങ്ങളിൽ ഒരു നിലപാട് പറയണം. അപ്പോൾ ഇതൊക്കെ പരസ്പര വിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ ഈ സംഘപരിവാർ വൽക്കരണം എന്ന എല്ലാ കോൺഗ്രസിൻ്റെ ഹിന്ദു നേതാക്കൾക്കെതിരെയും പ്രയോഗിച്ച CPMൻ്റെ ആയുധം ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്ക് നേരെ വിലപ്പോവുകയില്ല. കാരണം അത് നിർവീര്യമാക്കാനുള്ള ആരോപണങ്ങളും ഒരേ സമയം അവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. KSUവുമായി ബന്ധപ്പെട്ട ഒരു വിവാദം, GP നിയമനത്തിൽ KSU ചില വിമർശനങ്ങൾ ഉയർത്തിയപ്പോൾ KSU യൂണിറ്റ് കമ്മിറ്റിയാണോ തീരുമാനമെടുക്കേണ്ടതെന്നൊരു ചോദ്യം, അതൊരു പരിഹാസമായും അധിക്ഷേപമായും KSU നേതാക്കൾ വിലയിരുത്തി വിമർശനം ഉയർത്തുകയാണ്. കോൺഗ്രസിൻ്റെ ചില നേതാക്കളും KSU നേതാക്കൾക്കൊപ്പം വിമർശനവുമായി പരസ്യമായി രംഗത്തുണ്ട്. അത് സത്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പരാമർശം ഉണ്ടാകാൻ പാടില്ലായിരുന്നു. അല്ല, ഇത് ഈ VD സതീശൻ എന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു നെഹ്റുവിയനാണ്. അദ്ദേഹത്തിൻ്റെ മിക്ക സുപ്രധാനമായ പ്രസംഗങ്ങളിലും അവസരങ്ങളിലുമൊക്കെ അത് ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇതിപ്പോൾ നെഹ്റുവിൻ്റെ കാലത്തും ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങളുണ്ട്. അന്ന് രാഷ്ട്ര പുനർനിർമ്മാണത്തിന് വേണ്ടി ബ്രിട്ടീഷ് കാലയളവിൽ മികവ് തെളിയിച്ച ആളുകളെയൊക്കെ ചേർത്ത് പിടിച്ച് നെഹ്റു മുന്നോട്ട് പോയപ്പോൾ പുരുഷോത്തം ദാസ് ടണ്ടൻ തൊട്ട് JB കൃപാലിനെ വരെയുള്ള ആളുകൾ വലിയ വിമർശനവുമായിട്ട് വന്നിട്ടുണ്ട്. അന്ന് നെഹ്റു പറഞ്ഞ ഒരു വാചകമുണ്ട്, അതായത് തിരഞ്ഞെടുക്കപ്പെട്ടൊരു സർക്കാരിൻ്റെ ഭരണഘടനാപരമായ ബാധ്യത അത് പാർലമെൻറ്റിനോടാണ്, പാർട്ടിയോടല്ല എന്ന്. അത്തരത്തിലുള്ള സാഹചര്യമൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതിനകത്തൊക്കെ പ്രീസിഡൻസ് ഉണ്ട്. പിന്നെ ഈ ഒരു വിമർശനങ്ങളൊന്നും അങ്ങനെ പരിഗണനാർഹമായ കോണുകളിൽ നിന്നോ തലങ്ങളിൽ നിന്നോ ഒന്നും ഇത്തരം വിമർശനങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ ചില ആളുകളൊക്കെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി ചിലതൊക്കെ പറയുന്നു എന്നുള്ളതിനപ്പുറം ഇതൊന്നും അങ്ങനെ ഒരു വിമർശനം എന്ന ഒരു ആഖ്യായികയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ട ഒന്നല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. മറ്റൊരു കാര്യം, പിന്നെ ഈ വിമർശനങ്ങൾ എല്ലാ കാലത്തും അത് R ശങ്കർ മുഖ്യമന്ത്രിയായ കാലം തൊട്ട് C അച്യുതമേനോനെതിരെയും കോൺഗ്രസ്സുകാർ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. കരുണാകരൻ, ആൻ്റണി, ഉമ്മൻചാണ്ടി ഒക്കെ വിമർശനം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഒരു നയപരമായി അവസരോചിതമായി മർമ്മപ്രധാനമായി കഴമ്പുള്ള ഒന്നായിരുന്നു. പക്ഷേ ഇത് വിമർശിക്കാനൊരു അവസരം ഗവേഷണം നടത്തി തേടി നടന്ന്
അതൊരു അർദ്ധാവസരമോ അല്ലെങ്കിൽ ശൂന്യാവസരമോ ഒക്കെ വിമർശനമായിട്ട് ഉപയോഗിക്കുമ്പോൾ അത്തരക്കാരൊക്കെ പാർട്ടി പ്രവർത്തകരിൽ നിന്ന് ഒറ്റപ്പെടും എന്നല്ലാതെ മറ്റൊരു റിസൾട്ടും ഇത്തരം വിമർശനങ്ങൾ കൊണ്ട് ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ജി പി നിയമനവുമായി ബന്ധപ്പെട്ട് തന്നെ കെ എസ് യു ഈ ഒരു പരാമർശത്തിൽ കെ എസ് യുവിൻ്റെ സംസ്ഥാന ട്രഷറർ അടക്കം അവർ പറയുന്നത് മുക്കാൽ പിണറായിയാണ് വി ഡി സതീശൻ എന്നാണ്. ആ നിലയിലേക്ക് വി ഡി സതീശനെതിരെ പരാമർശം പരസ്യമായി വന്നു തുടങ്ങി. അത് അത്ര നല്ലതാണോ? അത് കോൺഗ്രസിനകത്ത് നിന്ന് അവർക്ക് പരസ്യമായി തന്നെ സംസാരിച്ചു തുടങ്ങിയാണ്. അല്ല, ഇത്തരം ആളുകളൊക്കെ കോൺഗ്രസ് പ്രവർത്തകരുടെ മനസ്സിൽ നിന്ന് ഒറ്റപ്പെടും എന്നതിൽ കവിഞ്ഞ് യാതൊരു തരത്തിലുള്ള ചലനവും ഇത്തരം വിമർശനങ്ങൾ ഉണ്ടാക്കുകയില്ല. ഒന്നാമത് ഈ വിമർശനം ഉന്നയിക്കുന്ന ആളുകളൊക്കെ അങ്ങനൊരു ചർച്ച ചെയ്യപ്പെടുകയോ നമുക്ക് തന്നെ പരസ്പരം വിനിമയം ചെയ്യപ്പെടുകയോ ചെയ്യേണ്ട തലത്തിൽ പരിവേഷമുള്ളവരൊന്നും അല്ല. അപ്പോൾ അത്തരം വിമർശനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊക്കെ ശൂന്യാവസരങ്ങളെ വിമർശനത്തിനുള്ള അവസരങ്ങളാക്കി മാറ്റുമ്പോൾ അത്തരക്കാർ മലർന്നു കിടന്ന് തുപ്പുകയോ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുകയോ സ്വയം ആത്മാഹുതി ചെയ്യുകയോ ഒക്കെയാണ് രാഷ്ട്രീയമായിട്ട് എന്നുള്ളതാണ് അതിൻ്റെ പരിണിതഫലം. ഈ കെ എസ് യുവിനെതിരെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായ പരാമർശം അത് ന്യായീകരിക്കാൻ പറ്റുമോ? അല്ല, വാച്യാർത്ഥത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞതിൽ ഞാൻ തെറ്റ് കാണുന്നില്ല. കാരണം അതിൽ കെ എസ് യുവിനോ യൂത്ത് കോൺഗ്രസ്സിനോ അല്ലെങ്കിൽ കെ പി സി സിക്കോ ഒന്നും പങ്കില്ല. കാരണം അതൊക്കെ തീരുമാനിക്കുന്നത് മന്ത്രിസഭയാണ് അല്ലെങ്കിൽ സർക്കാരാണ്. അതിലെന്താ നയപരമായോ നിയമപരമായോ ഭരണഘടനാപരമായോ അങ്ങനെ ഒരു പരാമർശത്തിൽ നമുക്കൊരു തെറ്റ് കാണാൻ സാധിക്കുകയില്ല. പിന്നെ ഇത് ചില അത്ര പ്രസക്തമല്ലാത്ത ചില കോണുകളിൽ നിന്നുണ്ടാകുന്ന ഇത്തരം ചില അപസ്വരങ്ങൾ അതൊക്കെ ചില വികട സരസ്വതികളായിട്ട് കരുതാം എന്ന് മാത്രമേ ഉള്ളൂ.